ഓക്കെ, നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള പ്രിൻ്റ് കൾച്ചർ ആൻഡ് ദ മോഡേൺ വേൾഡ് എന്ന് പറയുന്ന ചാപ്റ്ററിലേക്ക് വരാം. എല്ലാവരും പേജ് നമ്പർ 105 എടുക്കുക. പേജ് നമ്പറിൽ വളരെ എളുപ്പമാണ് ഈ ചാപ്റ്റർ പഠിക്കാനായിട്ട്, നല്ല രസമാണത്. അതായത് അച്ചടിയില്ലാത്തൊരു ലോകത്തെക്കുറിച്ച്, അച്ചടിയില്ലാത്തിരുന്നൊരു കാലത്തെക്കുറിച്ച് നമുക്ക് ഇമാജിൻ ചെയ്യാൻ പോലും പറ്റത്തില്ല. അതാണ് നമ്മുടെ ചാപ്റ്റർ ഇങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് പോലും. ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ഫോർ us ടു ഇമാജിൻ എ വേൾഡ് വിത്തൗട്ട് പ്രിൻറ്റഡ് മാറ്റേഴ്സ്. ലോകത്തെക്കുറിച്ച്, പ്രിൻറ്റിംഗ് ഇല്ലാത്തൊരു ലോകത്തെക്കുറിച്ച് ഇന്ന് നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റില്ല. അതിനൊരു കാരണമുണ്ട്. ഇന്ന് നമുക്ക് നമ്മുടെ ചുറ്റും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വാക്കുകളുടെ ഒരു ലോകമാണ്. ചുറ്റുമുള്ള എല്ലായിടത്തും അച്ചടിച്ച വാക്കുകളുടെ ലോകമാണ്. പുസ്തകങ്ങൾ, പത്രങ്ങൾ, മാസികകൾ, പരസ്യങ്ങൾ, സിനിമാ പോസ്റ്ററുകൾ, കലണ്ടറുകൾ മുതലായവ നാം പത്രം വായിക്കുന്നു. മാസികകളൊക്കെ നമ്മൾ അന്വേഷിച്ച് നോക്കുന്നുണ്ട് അല്ലേ? ഒഫീഷ്യൽ സർക്കുലേഴ്സ്, കലണ്ടേഴ്സ്, ഡയറീസ്. സീ പ്രിൻറ്റഡ് ഇമേജസ്, വി റീഡ് പ്രിൻറ്റഡ് ലിറ്ററേച്ചേഴ്സ്, സീ പ്രിൻറ്റഡ് ഇമേജസ്. നമ്മളിതൊക്കെ നമ്മൾ ന്യൂസ് പേപ്പേഴ്സ് നമ്മൾ ഫോളോ ചെയ്യുന്നു. ഇതൊക്കെ പിന്നെന്താ, പരസ്യങ്ങൾ, വഴിയോരത്ത് കാണുന്ന പരസ്യങ്ങൾ, ഇതിലെല്ലാം വാക്കുകൾ നിറഞ്ഞു നിൽക്കുകയാണ്, അല്ലെങ്കിൽ അക്ഷരങ്ങൾ നിറഞ്ഞു നിൽക്കുകയാണ്. നമുക്ക് അറിവും വാർത്തകളും എല്ലാം ഈ കാര്യങ്ങൾ അച്ചടി നമുക്ക് നൽകുന്നത് പുതിയ പുതിയ കാര്യങ്ങൾ, നമ്മുടെ ലോകത്ത് ചുറ്റും സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് അറിവ് തരികയാണ്. എന്നാൽ ഇങ്ങനെയുള്ളതൊന്നും ഒരു കാലത്ത് നമുക്ക് ഉണ്ടായിരുന്നില്ല. ഇതെങ്ങനെയാണ് ഇങ്ങനെ വന്നത്, അല്ലെങ്കിൽ ഈ ചാപ്റ്റർ ഇത് എങ്ങനെ ആരംഭിച്ചു, ഈ അച്ചടി എന്നത് എങ്ങനെ ആരംഭിച്ചു, ആരാണ് അച്ചടിയുടെ കണ്ടുപിടുത്തത്തിന് തുടക്കം കുറിച്ചത്, അച്ചടി ആദ്യമായി ആരംഭിച്ചത് എവിടെയാണ്, തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. അച്ചടി ആദ്യമായിട്ട് ആരംഭിച്ചത് ബിഗിനിങ്സ് ഇൻ ഈസ്റ്റ് ഏഷ്യ ടു ഇറ്റ്സ് എക്സ്പാൻഷൻ ഇൻ യൂറോപ്പ് ആൻഡ് ഇൻ ഇന്ത്യ. വി വിൽ അണ്ടർസ്റ്റാൻഡ് ദ ഇമ്പാക്റ്റ് ഓഫ് ദ spread of technology and consider how social lives and cultures changed with the coming of print. അച്ചടിയിലൂടെ എന്തെല്ലാം മാറ്റങ്ങൾ വന്നു, അല്ലെങ്കിൽ അച്ചടി എല്ലാവർക്കും ലഭ്യമായപ്പോൾ മനുഷ്യരുടെ സാമൂഹിക ജീവിതത്തിൽ വന്ന മാറ്റങ്ങളെക്കുറിച്ചൊക്കെയാണ് നമ്മൾ പറയുന്നത്. അച്ചടി അല്ലെങ്കിൽ ആരംഭിച്ച് കിഴക്ക് ഭാഗത്ത് നിന്ന്, അതായത് അച്ചടി എവിടെ നിന്നാണ് നമ്മൾ പറഞ്ഞത്, ഈസ്റ്റ് ഏഷ്യയുടെ കിഴക്ക് ഭാഗത്ത് ആരംഭിച്ചിട്ട് ഇന്ത്യയിലേക്കെത്തി അറിവ് വ്യാപകമായിട്ട് എന്ത് ചെയ്യാൻ തുടങ്ങി, സ്പ്രെഡ് ചെയ്യാനായിട്ട് തുടങ്ങി. ഇനി ഇവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. ചിത്രത്തിൽ കാണുന്നത് അക്ബർനാമ എന്ന മുഗൾ കാലത്തെ ഒരു രചന തയ്യാറാക്കുന്ന ഒരു പുസ്തകശാലയാണ്. അച്ചടി വന്നതിന് മുൻപ് പുസ്തകങ്ങൾ ഇങ്ങനെ കയ്യാൽ എഴുതി തയ്യാറാക്കുകയായിരുന്നു. നിറം നിറച്ച ചിത്രങ്ങൾ വരയ്ക്കുകയും മണിക്കൂറുകൾ എടുത്തിട്ടാണ് അത് ഒരു പുസ്തക രൂപത്തിലേക്ക് ആക്കാനായിട്ട് കഴിഞ്ഞിരുന്നുള്ളൂ. നമുക്ക് നെക്സ്റ്റ് പേജിലേക്ക് പോവാം. നിങ്ങൾ ഈ സമ്മറി പോയിൻറ്റ്സ് നോക്കുക. It is difficult to imagine the world today without printed materials. It is books, like books, newspapers, journals, ads, calendars, etc. Okay, ഇവിടെ ആണ് ഇത് ആരംഭിച്ചത്. The development of print began in East Asia and later expand to Europe and India. പിന്നെ എന്താണ് ഫിഗർ 1? ഇത്രയും കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. പേജ് നമ്പർ സെക്കൻഡ് പേജ് എടുക്കുമ്പോൾ നമ്മൾ നോക്കുന്നത് the first printed books. ഫസ്റ്റ് പ്രിൻറ്റഡ് ബുക്കിനെ കുറിച്ചാണ്. പേജ് നമ്പർ 106 എടുക്കുക. The earliest kind of print technology was developed in China, Japan and Korea. എവിടെയായിരുന്നു ആദ്യമായിട്ട് പ്രിൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ വന്നിരുന്നത്? പ്രിൻറ്റിൻ്റെ കാര്യങ്ങൾ, അല്ലെങ്കിൽ അച്ചടിയുടെ കാര്യങ്ങൾ, അല്ലെങ്കിൽ അച്ചടി ചൈനയിൽ ആരംഭിച്ച ആദ്യത്തെ അച്ചടി കലയുടെ കഥയാണ് ഇവിടെ പറയുന്നത്. ചൈനയിൽ പണ്ട് കാലത്ത് ചൈന, ജപ്പാൻ, കൊറിയ എന്നിവിടങ്ങളിൽ മനുഷ്യർ ഒരു അത്ഭുത കല കണ്ടുപിടിച്ചു. അതിനെ നമ്മൾ പറയുന്ന പേരാണ് ഹാൻഡ് പ്രിൻറ്റിങ്. ഓക്കെ, ക്രിസ്തുവിന് ശേഷം ദെൻ AD 594 എന്ത് സംഭവിച്ചു? 594 വുഡ് ബ്ലോക്ക് പ്രിൻറ്റിങ് എന്ന രീതി ഉപയോഗിച്ച് തുടങ്ങുകയായിരുന്നു. ക്രിസ്തുവിന് ശേഷം AD 594 ചൈനയിൽ വുഡ് ബ്ലോക്ക് പ്രിൻറ്റിങ് എന്ന് പറയുന്ന ഒരു രീതി, അതായത് തടിയിൽ പ്രിൻ്റ് ചെയ്യുന്ന ഒരു സംഭവം കണ്ടുപിടിച്ചു. അതിൻ്റെ രണ്ട് സൈഡും വളരെ തിന്നായിട്ടുള്ളതായിരുന്നു. മഷി പുരട്ടിയിട്ട് അതിൻ്റെ മുകളിൽ, അതായത് മരത്തളികയിൽ അല്ലെങ്കിൽ മരത്തിൻ്റെ ഒരു ഹാർഡായിട്ടുള്ള ഒരു ഇതിൽ സർഫൈസിൽ, വുഡ് ബ്ലോക്കുകളിൽ എന്താ പറയുക, എഴുതിയിട്ട് അതിൽ മഷി പുരട്ടിയിട്ട് പേപ്പർ അമർത്തിയിട്ട് ചിത്രവും അക്ഷരവും പകർന്നെടുക്കുന്ന രീതിയായിരുന്നു അത്. പേപ്പറിൻ്റെ രണ്ട് വശവും അച്ചടിക്കാൻ തന്നെ അതുകൊണ്ട് കഴിയത്തില്ലായിരുന്നു. അതിനാൽ തന്നെ അക്കോർഡിയൻ ബുക്ക്, നമ്മുടെ അക്കോർഡിയൻ ബുക്ക് എന്ന് പറയുന്നത് ട്രഡീഷണൽ ചൈനീസ് അക്കോർഡിയൻ ബുക്ക് വാസ് ഫോൾഡഡ് ആൻഡ് സ്റ്റിച്ചഡ് അറ്റ് ദി സൈഡ്, സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ദെൻ
അതുമാത്രമല്ല, അതിൽ മനോഹരമായ എഴുത്തുകളായിരുന്നു. എഴുത്തുകലയുടെ മിടുക്കന്മാർ അത്യന്തം മനോഹരമായി തെറ്റില്ലാത്ത രീതിയിൽ എഴുത്ത് പകർത്തിയിരുന്നു. ഇതിന് നമ്മൾ വിളിച്ചിരുന്ന പേര് കാലിഗ്രഫി എന്നാണ്. മനോഹരമായ ശൈലിയിൽ എഴുതുന്ന കല എന്നതിനെ പറയുന്നു. ആദ്യമായിട്ട് ചൈനയിൽ മരത്തടി ഉപയോഗിച്ച് ഹാൻഡ് പ്രിൻറ്റിങ് ആരംഭിച്ചു. പുസ്തകങ്ങളെ മനോഹരമാക്കി എഴുതിയിരുന്നു. ഇനിയിൽ നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് ദ ഇമ്പീരിയൽ സ്റ്റേറ്റ് ഇൻ ചൈന വാസ് ഫോർ എ വെരി ലോങ് ടൈം ദ മേജർ പ്രൊഡ്യൂസർ ഓഫ് പ്രിൻറ്റഡ് മെറ്റീരിയൽ. ചൈന ആയിരുന്നു ഒരുപാട് കാലം പ്രിൻറ്റഡ് മെറ്റീരിയലിൻ്റെ പ്രൊഡ്യൂസറായിരുന്നത്. ചൈന possessed a huge bureaucratic system which recruited its personnel through civil service examination. ചൈനയിൽ സിവിൽ സർവീസ് എക്സാമിനേഷനിലൂടെയാണ് അവിടെ ഗവൺമെൻറ് ജോലിക്കാരെ, അവർക്ക് വേണ്ട കേന്ദ്രത്തിലേക്കുള്ള ആളുകളെ സെലക്ട് ചെയ്തിരുന്നത്. നീണ്ട വർഷങ്ങൾ ചൈനയുടെ സാമ്രാജ്യം തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ അച്ചടി കേന്ദ്രമായിരുന്നു. സിവിൽ സർവീസ് പരീക്ഷകൾ നടക്കുമായിരുന്നു. അവർക്ക് പഠിക്കാൻ വേണ്ട ടെക്സ്റ്റ് ബുക്കുകൾ ആയിരങ്ങൾക്ക് അച്ചടിച്ച് കൊടുക്കേണ്ടതുണ്ടായിരുന്നു. പരീക്ഷകൾക്കുള്ള ആളുകളുടെ എണ്ണം വർദ്ധിച്ചതോടെ അച്ചടിക്കേണ്ട പുസ്തകങ്ങളുടെ എണ്ണവും പെരുകി വന്നു. അങ്ങനെ അച്ചടിയുടെ വ്യാപനം അല്ലെങ്കിൽ ചൈനയിൽ വേഗത്തിൽ നടന്നു. ഫ്രം ദ 16th century the number of examination candidates went up and the increased volume of print. പരീക്ഷ എഴുതുന്ന ആളുകളുടെ എണ്ണം കൂടി, ഇപ്പോൾ പ്രിൻ്റ് ചെയ്യേണ്ട ആവശ്യം കൂടുതലായിട്ട് വന്നു. ഇനി 17th century പോകുമ്പോൾ by 17th century as urban culture bloomed in China, the use of print diversified. Print was no longer used just as a scholar officials. Merchants used print in their everyday life as they collected trade information. എന്താണ്, അതായത് 17th centuryയോടുകൂടി വായനയുടെ ശീലം മാറുകയാണ്, അല്ലെങ്കിൽ വായനയുടെ തലം മാറിക്കൊണ്ടിരുന്നു. ചൈനയിൽ നഗരജീവിതം വളർന്നു വന്നു. ആ സമയത്ത് അച്ചടി വിദ്യാഭ്യാസത്തിന് മാത്രമല്ല, വ്യാപാരികൾ ഉപയോഗിക്കാൻ തുടങ്ങി. ജനങ്ങൾ കൂടുതലായിട്ട് വായിക്കാൻ തുടങ്ങി. വായന ഒരു വിനോദമായിട്ട് മാറാൻ തുടങ്ങി. ജനങ്ങൾക്ക് ഇഷ്ടമായിട്ടുള്ള കഥകൾ റീഡിങ് ഇൻക്രീസിംഗ്ലി ബിക്കം എ ലീഷർ ആക്ടിവിറ്റി. ദ ന്യൂ റീഡർഷിപ്പ് പ്രിഫേർഡ് ഫിക്ഷണൽ നറേറ്റീവ്, പോയിട്രി, ഓട്ടോബയോഗ്രഫീസ്, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ എന്ത് വന്നു? എഴുത്ത് വന്നു, വ്യാപനം വന്നു, വായനകൾ വന്നു. റിച്ച് വുമൺ ബിഗാൻ ടു റീഡ് ആൻഡ് മെനി വുമൺ ബിഗാൻ പബ്ലിഷിംഗ് ദെയർ പോയിട്രി ആൻഡ് പ്ലേസ്. സ്ത്രീകൾ വായിക്കാൻ തുടങ്ങി, സ്ത്രീകൾ എഴുതാൻ തുടങ്ങി, കഥകളും കവിതകളും അവർ എഴുതാൻ തുടങ്ങി. ചില സ്ത്രീകൾ സ്വന്തം കവിതകളും പുസ്തകങ്ങളും ഒക്കെ പ്രസിദ്ധീകരിച്ചു. സർക്കാർ ഉദ്യോഗസ്ഥരുടെ ഭാര്യമാരും തങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് എഴുതി തുടങ്ങി. സ്ത്രീകളുടെ ജീവിതത്തെക്കുറിച്ച് എഴുതാൻ തുടങ്ങി. ദിസ് ന്യൂ റീഡിംഗ് കൾച്ചർ വാസ് കമ്പൈൻഡ് ബൈ എ ന്യൂ ടെക്നോളജി. ഇതൊരു ന്യൂ ടെക്നോളജിയിലേക്ക് വന്നു. ദെൻ വെസ്റ്റേൺ പ്രിൻറ്റിംഗ് ടെക്നിക്സ് ആൻഡ് മെക്കാനിക്കൽ പ്രോസസ് വെയർ ഇമ്പോർട്ടഡ് ഇൻ ദി ലേറ്റ് 19th century. 19ാം നൂറ്റാണ്ടായപ്പോഴേക്കും പ്രിൻ്റ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഇമ്പോർട്ട് ചെയ്യാനായിട്ട് തുടങ്ങി. വെസ്റ്റേൺ പവേഴ്സ് എസ്റ്റാബ്ലിഷ്ഡ് ദെയർ ഔട്ട്പോസ്റ്റ് ഇൻ ചൈന. ദെൻ ഷെങ്ഹായ് ബിക്കം ദ ഹബ് ഓഫ് ദ ന്യൂ പ്രിൻ്റ് കൾച്ചർ. ഷഹായ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ചൈനയിലെ ഒരു ഷഹായ് എന്ന് പറയുന്ന ആ ഒരു പ്രവിശ്യ എന്ന് പറയുന്നത് എന്തായി? ഉത്തരാധുനിക അച്ചടി യന്ത്രങ്ങൾ ചൈനയിലേക്ക്, പടിഞ്ഞാറൻ രാജ്യങ്ങളിലേക്ക് കൊണ്ടുവന്നു. ഷഹായ് നഗരത്തിൽ പാശ്ചാത്യ രീതിയിലുള്ള സ്കൂളുകൾ തുടങ്ങുകയും അവയ്ക്ക് വേണ്ട പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുകയും ചെയ്യുന്നൊരു പുതിയ അച്ചടി കേന്ദ്രം രൂപപ്പെടുകയും ചെയ്തു. ഇത് ഹാൻഡ് പ്രിൻറ്റിങ്ങിൽ നിന്ന് പതുക്കെ എവിടേക്ക് പോകാൻ തുടങ്ങി? മെഷീൻ ഉപയോഗിച്ചിട്ടുള്ള അച്ചടിയിലേക്ക് മാറാനായിട്ട് തുടങ്ങി. ലോകം പതുക്കെ മാറാൻ തുടങ്ങി. പാശ്ചാത്യ സാങ്കേതിക വിദ്യ ചൈനയിൽ വ്യാപിച്ചു. ഹാൻഡ് പ്രിൻറ്റിംഗ് എന്ന് പറയുന്നത് മെക്കാനിക്കൽ അച്ചടിയിലേക്ക് മാറാനായിട്ട് തുടങ്ങി. ഇനി പ്രിൻ്റ് ഇൻ ജപ്പാനിലെ അച്ചടിയുടെ ആരംഭത്തെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഈ ചൈനയിൽ നിന്നുള്ള ബുദ്ധമത സന്യാസിമാർ AD 768 770 കാലഘട്ടങ്ങളിൽ കൈ അച്ചടി അല്ലെങ്കിൽ ഹാൻഡ് പ്രിൻറ്റിങ് എവിടെ എത്തിച്ചു? ജപ്പാനിലെത്തിച്ചു. ദ ഓൾഡസ്റ്റ് ജപ്പാനീസ് ബുക്ക് പ്രിൻറ്റഡ് ഇൻ AD 868 in the Buddhist Diamond Sutra containing 6 sheets of text and woodcut illustrations. അതായത് ജപ്പാനിലെ ആദ്യത്തെ അച്ചടിച്ച പുസ്തകം എന്ന് പറയുന്നത്, ഡയമണ്ട് സൂത്രയായിരുന്നു. അത് 1868 ഓർത്തു വയ്ക്കുക.
ജപ്പാനിലെ ആദ്യത്തെ പുസ്തകത്തെക്കുറിച്ച് ഡയമണ്ട് സൂത്ര, ചൈനയിൽ നമ്മൾ എന്താണ് പറഞ്ഞത്? അക്കോർഡിയൻ ബുക്കായിരുന്നു. ജപ്പാനിലേക്ക് വന്നപ്പോൾ അത് ഡയമണ്ട് സൂത്രയായത് AD 868 ഈ പുസ്തകത്തിൽ വുഡ്കട്ട് ചിത്രങ്ങളും പേജുകളിലായി ചേർത്ത ബുദ്ധ മത ഉപദേശങ്ങളും ഉണ്ടായിരുന്നു. അച്ചടിയിലൂടെ ബുദ്ധമതം വ്യാപകമായിട്ട് പ്രചരിക്കാനായിട്ട് തുടങ്ങി. ചൈനയിൽ നിന്ന് ജപ്പാനിലേക്ക് ഹാൻഡ് പ്രിൻറ്റിംഗ് വ്യാപിച്ചു. ഡയമണ്ട് സൂത്ര ആദ്യത്തെ ജപ്പാനിലെ അച്ചടിച്ച പുസ്തകമായിട്ട് മാറി. ഇത്രയും നിങ്ങൾക്ക് ക്ലിയർ ആണല്ലോ. ദെൻ നിങ്ങൾ ഓർത്തു വയ്ക്കുക, പ്രിൻറ്റിങ് സ്റ്റാർട്ട് ചെയ്തത് എവിടെയായിരുന്നു? ജസ്റ്റ് ഓർത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പോയിൻറ്റ്സ് പറയാണ്. പ്രിൻറ്റിങ് സ്റ്റാർട്ട് ചെയ്തത് എവിടെയായിരുന്നു? ചൈന, ജപ്പാൻ, കൊറിയ. ഫസ്റ്റ് ടെക്നോളജി വുഡ് ബ്ലോക്ക് ഹാൻഡ് പ്രിൻറ്റിംഗ് ആയിരുന്നു. ഏർലി ബുക്ക്, അക്കോർഡിയൻ സ്റ്റൈൽ, ദെൻ കാലിയോഗ്രഫി. ദെൻ ഗ്രോത്ത് ആവാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് ചൈനയിലെ സിവിൽ സർവീസ് എക്സാമിൻസ് ആയിരുന്നു. റീഡ് കൾച്ചർ വളർന്നു. നോവല്, പോയിട്രി സ്ത്രീകൾ എഴുതാനായിട്ട് തുടങ്ങി. ദെൻ വെസ്റ്റേൺ ടെക്നോളജി അഡോപ്റ്റ് ചെയ്തു. ചൈനയിലേക്ക് വന്നപ്പോൾ നമ്മൾ പറയുകയാണ് ബുദ്ധിസ്റ്റ് മോങ്സ് ഇൻട്രൊഡ്യൂസ് പ്രിൻറ്റിംഗ്. ഫസ്റ്റ് ജാപ്പനീസ് ബുക്ക് ഡയമണ്ട് സൂത്രയാണ്. AD 868 ആണ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർത്ത് വയ്ക്കുക. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് പേജ് നമ്പർ 107 വരുമ്പോൾ, ജപ്പാനിൽ അച്ചടി വളർന്നപ്പോൾ അവർ പുസ്തകങ്ങൾ മാത്രമൊന്നുമല്ല, ദെൻ പ്ലേയിങ് കാർഡ്സുകൾ ഉണ്ടാക്കാൻ തുടങ്ങി, പേപ്പർ മണികൾ. ഇൻ medieval Japan, poets and prose writers were regularly published and books were cheap and abundant. ചൈനയിലെ ബുക്കുകൾ, ജപ്പാനിലെ ബുക്ക് ചീപ്പായി അബണ്ടൻ്റ് ആയിട്ടൊക്കെ നമുക്ക് കിട്ടാനായിട്ട് തുടങ്ങി. ആ കാലത്ത് പുസ്തകങ്ങളും അച്ചടിച്ച സാധനങ്ങളും വില കുറഞ്ഞതായിരുന്നു. ആളുകൾക്ക് വാങ്ങാനും ഉപയോഗിക്കാനും എളുപ്പമായി. ജപ്പാനിൽ അച്ചടിച്ച വസ്തുക്കൾ വില കുറഞ്ഞതിനാൽ വലിയ തോതിൽ ആളുകൾ ഉപയോഗിച്ചു. ഇനി പലതരത്തിലുള്ള പ്രിൻ്റ് ഗ്രന്ഥങ്ങൾ, നഗര സംസ്കാരത്തിൻ്റെ വളർച്ചയൊക്കെയാണ് ഇതിൽ പറയുന്നത്. അച്ചടിയുടെ സഹായത്തോടെ വിവിധ വിഷയങ്ങളിൽ പുസ്തകങ്ങൾ ലഭ്യമായി. 18-ാം നൂറ്റാണ്ടിൽ ജപ്പാനിലെ എഡോ നഗരം, ഇന്നത്തെ ടോക്കിയോ, എഡോ നഗരത്തിൽ കലയും സാഹിത്യവും തിളങ്ങുന്ന ഒരു നഗരമായിട്ട് മാറുകയാണ്. ദെൻ കിഡ്ഗാവ ഉട്മാരോ എന്ന് പറയുന്നത് ബോൺ ഇൻ എഡോയിലാണ്. ഇൻ 1753 വാസ് വൈഡ്ലി നോൺ ഫോർ ഹിസ് കോൺട്രിബ്യൂഷൻസ് ടു എൻ ആർട്ട് ഫോം കോൾഡ് ഉക്കിയോ, പിക്ചേഴ്സ് ഓഫ് ദി ഫ്ലോട്ടിംഗ് വേൾഡ്. ദെൻ കലയും സാഹിത്യവും തിളങ്ങുന്ന ഒരു നഗരമായിട്ട് മാറി ടോക്കിയോ, ഇന്നത്തെ ടോക്കിയോ, ഇന്നത്തെ എഡോ എന്ന് പറയുന്ന നഗരം. അവിടെ പുസ്തക പ്രസാധക കേന്ദ്രങ്ങളുണ്ടായി. ഈ കേന്ദ്രങ്ങളിൽ വരച്ച ചിത്രങ്ങളുള്ള പുസ്തകങ്ങൾ സ്ത്രീകളുടെ ജീവിതത്തെക്കുറിച്ചുണ്ടായിരുന്നു, സാമൂഹിക പരമ്പരാഗത കാര്യങ്ങളെക്കുറിച്ച്, സംഗീത ഉപകരണങ്ങൾ, അതുപോലെ ചെറിയ കോഫി പാർട്ടികൾ, ടീ പാർട്ടികൾ, പൂക്കളുടെ അലങ്കാരം, ഭക്ഷണങ്ങൾ തുടങ്ങിയ വിഷയങ്ങളിൽ ഹാൻഡ് പ്രിൻ്റ് ചെയ്ത പുസ്തകങ്ങൾ ഉണ്ടായിരുന്നു. പുസ്തകശാലകൾ വിവിധതരം അച്ചടിച്ച പുസ്തകങ്ങളാൽ നിറഞ്ഞു നിന്നു. കലാകാരന്മാർ, നടിമാർ, രാജകുമാരിമാർ തുടങ്ങിയവരുടെ ചിത്രങ്ങളും കഥകളും പുസ്തകങ്ങളിൽ നിറഞ്ഞു നിന്നു. എഡോ നഗരം കലയും സാഹിത്യവും നിറഞ്ഞ പുസ്തക ലോകമായിട്ട് വളർന്നു. ദെൻ ഉട്ടമാരോയുടെ കഥയാണ് ഇവിടെ പറയുന്നത്. ഉട്ടമാരോ സ്ത്രീകളുടെ മുഖം ചിത്രങ്ങൾ മുഖേന മനോഹരമാക്കിയൊരു കലാകാരനാണ്. 1753 എഡോയിൽ ജനിച്ച കിറ്റ്ഗാവ ഉട്മാരോ ജപ്പാനിലെ ഫ്ലോട്ടിംഗ് വേൾഡ് എന്നാണ് വിളിക്കപ്പെട്ട ചിത്രങ്ങളിലും വുഡ് ബ്ലോക്ക് പ്രിൻറ്റുകളിലും മനോഹരമായിട്ട് അദ്ദേഹം വരച്ചു. അതായത് അവിടുത്തെ ആളുകളുടെ ദിവസത്തെ അവരുടെ കൾച്ചർ, അവരുടെ ദൈനംദിന കാര്യങ്ങളൊക്കെ അദ്ദേഹം മനോഹരമായിട്ട് വരച്ചു വെച്ചു. സ്ത്രീകളുടെ ദൈനംദിന ജീവിതം, അവരുടെ മുഖഭാവങ്ങൾ, സൗന്ദര്യം, ഇതെല്ലാം വളരെ മനോഹരമായിട്ട് ചിത്രീകരിച്ചു. ദെൻ ഇദ്ദേഹത്തിൻ്റെ കലകൾ ആരൊക്കെയാണ്? വാൻകോഗ്, മാനറ്റ്, മോണ്ടെ ആൻഡ് വാൻകോഗ് അദ്ദേഹത്തേക്ക് എന്ത് ചെയ്തു? ഇൻഫ്ലുവൻസ് ചെയ്തു. യൂറോപ്യൻ കലാകാരന്മാരെ വരെ എന്ത് ചെയ്തു? സ്വാധീനിച്ചു. പുസ്തക പ്രസാധകർ ഉട്ടമാരോയ്ക്ക് വിഷയങ്ങൾ കൊടുത്തു, അവനത് പെയിൻറ്റിങ് ചെയ്തു. ആൾ വരച്ച ചിത്രങ്ങൾ വുഡ് ബ്ലോക്കിലേക്ക് മാറ്റി അച്ചടിക്കുമ്പോൾ ഉട്ടമാരോയുടെ ആദ്യ വരവ് നശിച്ചു പോകുകയും പക്ഷെ അതിൻ്റെ പകർപ്പുകൾ മാത്രമാണ് എന്ത് ചെയ്യുന്നുള്ളൂ? നിലനിൽക്കുകയും ചെയ്തിരുന്നുള്ളൂ. ജപ്പാനീസ് കൾച്ചറിനെ അല്ലെങ്കിൽ ജപ്പാനിലെ സ്ത്രീകളുടെ ജീവിതത്തെ അതിമനോഹരമായിട്ട് വരച്ചു വെച്ചൊരു പ്രശസ്ത കലാകാരനായിരുന്നു അദ്ദേഹം. ഇനി ചിത്രത്തിൽ കാണുന്ന കാര്യങ്ങളെ മോർണിംഗ് സീൻ അദ്ദേഹം വരച്ചിട്ടുള്ള ചിത്രങ്ങളാണ്. ഒരു പുരുഷൻ ജനലിൽ നിന്ന് മഞ്ഞു വീഴ്ച നോക്കുന്നു,
വിളക്കുള്ള ഉള്ളിൽ സ്ത്രീകൾ ചായ തയ്യാറാക്കുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം വരച്ച ചിത്രങ്ങളിൽ മനോഹരമായിട്ട് ചേർത്ത് വെച്ചിരുന്നു. പിന്നെ നിങ്ങൾ ഷോർട്ട് നോട്ടായിട്ട് ഓർത്ത് വയ്ക്കുക. ഈ ഷോർട്ട് നോട്ടുകൾ നോക്കുക. എന്താണ്? ദ ഏർലിയസ്റ്റ് പ്രിൻ്റ് ടെക്നോളജി ബിഗാൻ, ദെൻ പ്രിൻ്റ് ഇൻ കൾച്ചർ. നമ്മൾ ചൈനയുടെ പറഞ്ഞു കഴിഞ്ഞാൽ പ്രിൻ്റ് ഇൻ കൾച്ചറിലേക്ക് വരുമ്പോൾ നിങ്ങൾ ഷോർട്ട് നോട്ട് മസ്റ്റായിട്ട് നോക്കുക. ജപ്പാൻ അഡോപ്റ്റഡ് ചൈനീസ് ഹാൻഡ് പ്രിൻറ്റിംഗ് ടെക്നോളജി ഇൻ ദി 18th century. 18th century എന്നാണ് കേട്ടോ. അത് നിങ്ങളൊന്ന് നോക്കിയേക്കുക. 8th century, 7th or 8th, okay. Then by medieval Japan, book became a cheap and easily available. Printing was used not only for books but also for playing cards and paper money. In the 18th century, the city of Edo, Tokyo, became a major center of printing. Illustrated book became a very popular. This showed urban life, artist, courtesans, tea house, music, beauty, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ദെൻ പിന്നെന്താ, ആർട്ടിസ്റ്റ് ലൈക്ക് കിറ്റഗാവോ ഉട്മാരോ പ്രൊഡ്യൂസ്ഡ് പ്രിൻറ്റ് ഷോവിങ് എവറിഡേ ലൈഫ് ആൻഡ് ബ്യൂട്ടി. പിന്നെ ഇതൊക്കെ ആരെ സ്വാധീനിച്ചു? വിൻസെൻ്റ് വാൻ ഗോഗ് പോലെയുള്ള ആളുകളെയൊക്കെ പാശ്ചാത്യ വെസ്റ്റേൺ കൾച്ചറിലുള്ളവരെ സ്വാധീനിച്ചിരുന്നു. ഇത്രയും ഭാഗങ്ങൾ നിങ്ങൾ മനോഹരമായിട്ട് പഠിക്കുക. നെക്സ്റ്റ് നമ്മൾ പോകുന്നത് പ്രിൻ്റ് കംസ് ടു യൂറോപ്പിലേക്ക് നമുക്ക് നോക്കാം. വളരെ ഈസിയാണത് പഠിക്കാനായിട്ട്. ഇത്രയും ഭാഗം നിങ്ങൾ ഈ ഷോർട്ട് നോട്ടുകൾ വെച്ചിട്ട് ക്ലിയർ ആയിട്ട് പഠിക്കാം. ഓക്കെ ആണല്ലോ? നെക്സ്റ്റ്, പ്രിൻ്റ് കംസ് ടു യൂറോപ്പ്. കീ പോയിൻറ്റ്സുകൾ നോക്കി വെക്കണം. ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 108 ആണ്. ദെൻ നമുക്ക് നോക്കാം. 4 centuries, silk and spices from China flowed into Europe through the Silk Route. ചൈനയുടെ ഒരു പ്രധാനപ്പെട്ട വ്യാപാര പാതയായിരുന്നു സിൽക്ക് റൂട്ട്. നൂറ്റാണ്ടുകളായിട്ട് ആ പാതയിലൂടെയാണ് സുഗന്ധവ്യഞ്ജനങ്ങളും അറിവുകളും പിന്നെ ഈ സന്യാസിമാർ അതുപോലുള്ള മതപ്രചരണങ്ങളൊക്കെ നടന്നുകൊണ്ടിരുന്നത്. സിൽക്ക് ആൻഡ് സ്പൈസസ്, ദെൻ സിൽക്ക്, സുഗന്ധവ്യഞ്ജനങ്ങൾ എല്ലാം ഏത് റൂട്ടിൽ കൂടിയായിരുന്നു? സിൽക്ക് റൂട്ടിൽ കൂടിയാണ് കൈമാറ്റം ചെയ്യപ്പെട്ടുകൊണ്ടിരുന്നത്. ദ 11th century, ചൈനീസ് പേപ്പർ റീച്ച്ഡ് യൂറോപ്പ്. ചൈനയിൽ ഉൽപ്പാദിപ്പിച്ച പേപ്പറുകൾ യൂറോപ്പിലേക്ക് സിൽക്ക് റൂട്ടിൽ കൂടി എത്തുകയാണ്. വയ ദ സെയിം റൂട്ട്. പേപ്പർ മെയ്ഡ് പോസിബിൾ ദ പ്രൊഡക്ഷൻ ഓഫ് മാനുസ്ക്രിപ്റ്റ് കെയർഫുള്ളി റിട്ടൺ ബൈ സ്ക്രൈബ്സ്. പകർത്തി എഴുതുന്നവരാണ് സ്ക്രൈബ്സ്. സ്ക്രൈബ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പകർത്തി എഴുതുന്നവർ. നമുക്ക് നോക്കാം. 11ാം നൂറ്റാണ്ടിൽ ചൈനയിലെ പേപ്പർ നിർമ്മാണം യൂറോപ്പിലേക്കും വന്നെത്തി. പേപ്പർ വന്നതോടെ കയ്യെഴുത്ത് ഗ്രന്ഥങ്ങൾ എഴുതാനും സൂക്ഷിക്കാനും എളുപ്പമായി. അതിനവർ സ്ക്രൈബ്സ്, പകർത്തി എഴുതുന്ന ആളുകളെ വെച്ചു. പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ 1295 വലിയ യാത്രികനായിരുന്ന മാർക്കോ പോളോ ചൈനയിൽ നിന്ന് വുഡ് ബ്ലോക്ക് പ്രിൻറ്റിംഗ് രീതി പഠിക്കുകയും അദ്ദേഹം ഇറ്റലിയിലേക്ക്, ഇതിൻ്റെ ജന്മനാടായിട്ട് ഇറ്റലിയിലേക്ക് മടങ്ങിയെത്തുകയും ചെയ്തു. 1295 വലിയ യാത്രികനായ മാർക്കോ പോളോ ചൈനയിൽ പഠിച്ച വുഡ് ബ്ലോക്ക് പ്രിൻറ്റിംഗ് രീതിയുമായി ഇറ്റലിയിലേക്ക് മടങ്ങി. അദ്ദേഹം യൂറോപ്പിലും അച്ചടി സാങ്കേതിക വിദ്യയുടെ വിത്ത് വിതയ്ക്കുകയാണ്. ഓക്കെ, ചൈനയിൽ നിന്നുള്ള അച്ചടി അറിവ് മാർക്കോ പോളോ വഴി എവിടെ എത്തി? യൂറോപ്പിൽ എത്തി. ഓക്കെ, ഇനി ആ സമയത്ത് അവിടെ എങ്ങനെയാണ് ഉപയോഗിച്ചിരുന്നത്? ആ സമയത്ത് അവിടെ വെല്ലം എന്ന് പറയുന്നൊരു സംഭവത്തിലാണ്, അതായത് ലക്ഷറി എഡീഷൻസ് ആണ്. മൃഗങ്ങളുടെ തൊലിയെ ശുദ്ധമാക്കി ഉണ്ടാക്കിയ വളരെ വിലയേറിയ പേപ്പറിനോട് സാമ്യമുള്ളൊരു സംഭവമാണെന്ത്? വെല്ലം. അത് ഉപയോഗിച്ചിരുന്നത് പഴയകാല രാജാക്കന്മാരും അതുപോലെയുള്ള പണ്ഡിതന്മാരുമാണ് ആ പുസ്തകങ്ങൾ ഉപയോഗിച്ചിരുന്നത്. ഭയങ്കര വിലയാണ്, പ്രഷ്യസാണത്. ദെൻ ഇനി അങ്ങനെ ഉപയോഗിച്ചിരുന്നത് ഈ പറയുന്ന പ്രിൻറ്റിങ് അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? ഇത് പാവങ്ങളുടെ ഇടയിലേക്ക് അല്ലെങ്കിൽ സാധാരണക്കാരുടെ ഇടയിലേക്കും എഴുത്തു വരികയാണ്. മർച്ചൻസ് ആൻഡ് സ്റ്റുഡൻസ് ഇൻ ദ യൂണിവേഴ്സിറ്റി ടൗൺസ് ബ്രോട്ട് ദി ചീപ്പർ പ്രിൻറ്റഡ് കോപ്പീസ്. അവിടെയും പ്രിൻ്റ് എത്തിക്കഴിഞ്ഞപ്പോൾ യൂറോപ്പിലെ ആളുകൾക്കും പുസ്തകങ്ങളോടും അക്ഷരങ്ങളോടുമുള്ള പ്രണയം വർദ്ധിക്കുകയാണ്. ഇറ്റലിയിൽ വുഡ് ബ്ലോക്ക് ഉപയോഗിച്ച് പുസ്തകങ്ങൾ അച്ചടിച്ചത് വിജയകരമായി. അത് യൂറോപ്പിലെ മറ്റ് രാജ്യങ്ങളിലേക്കും പെട്ടെന്ന് പടർന്നു. പക്ഷേ സമ്പന്നർക്കുള്ള ലക്ഷറി പുസ്തകങ്ങൾ അപ്പോഴും ചിലവേറിയ വെല്ലത്തിലാണ് അച്ചടിച്ചത്. പാവപ്പെട്ടവർക്ക് അവ വാങ്ങാൻ പറ്റിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ വിദ്യാലയങ്ങളിൽ പഠിച്ചിരുന്ന വിദ്യാർത്ഥികൾ, വ്യാപാരികൾ വില കുറഞ്ഞ പുസ്തകങ്ങൾ, അച്ചടി പുസ്തകങ്ങൾ വാങ്ങിയിട്ട് ഉപയോഗിച്ചു.
അതായത് വില കുറഞ്ഞ പുസ്തകങ്ങൾ സാധാരണക്കാർക്കും വ്യാപാരികൾക്കും വിദ്യാർത്ഥികൾക്കും ലഭിച്ചു. അപ്പം വില കൂടിയ വെല്ലം എന്ന് പറയുന്നതൊക്കെ അതിപ്പോഴും ഒരു റോയൽ ഇതിൽ തന്നെ നിന്നു. യൂറോപ്പിൽ പുസ്തകങ്ങൾക്കുള്ള ആവശ്യം വളരുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി. ആസ് ഡിമാൻഡ് ഫോർ ബുക്സ് ഇൻക്രീസ്ഡ്, ബുക്ക് സെല്ലേഴ്സ് ഓൾ ഓവർ യൂറോപ്പ് ബിഗാൻ എക്സ്പോർട്ടിംഗ് ബുക്സ് ടു മെനി ഡിഫറെൻറ്റ് കൺട്രീസ്. ബുക്ക് ഫെയേഴ്സ് വെർ ഹെൽഡ്, പുസ്തക പ്രദർശനങ്ങൾ എന്ത് ചെയ്തു, സംഘടിപ്പിച്ചു. ബുക്ക് സെല്ലേഴ്സിൻ വ്യാപിച്ചു. ബുക്ക് ഫെയേഴ്സ് നടന്നു തുടങ്ങി. കയ്യെഴുത്ത് പുസ്തകങ്ങൾ കൂടുതൽ ആവശ്യമായിട്ട് വന്നു. പുസ്തകങ്ങൾ എഴുതുന്നതിന് പഴയകാല ലേഖനങ്ങൾ, പഴയ എഴുത്തുകാർ പകർത്തി എഴുതുന്ന ആളുകൾ രാജാക്കന്മാർക്ക് മാത്രമല്ല ബുക്ക് സെല്ലേഴ്സ് കൂടി അവർ ജോലി തുടങ്ങി. അതായത് ഒരു ബുക്ക് സെല്ലേഴ്സിൻ്റെ കീഴിൽ 50ഓളം ആളുകൾ സ്ക്രൈബേഴ്സ് പ്രവർത്തിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. യൂറോപ്പിലെ പുസ്തകങ്ങൾക്ക് വൻ ആവശ്യമുണ്ടായതുകൊണ്ട് കയ്യെഴുത്ത് വർദ്ധിച്ചു. എന്നാൽ അവിടെ എന്ത് സംഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാൻഡ് പ്രിൻറ്റിങ്ങിൻ്റെ പരാജയമാണ്. കാരണം അവിടെ ആവശ്യക്കാർ കൂടി വന്നു. വിത്ത് ദ ഗ്രോവിംഗ് ഡിമാൻഡ് ഫോർ ബുക്സ്, വുഡ് ബ്ലോക്ക് പ്രിൻറ്റിംഗ് ഗ്രാജുവലി ബിക്കം മോർ ആൻഡ് മോർ പോപ്പുലർ. By the early 15th century, woodblock were being widely used in Europe to print textiles, playing cards and religious pictures with a simple brief text. There was clearly a great need for even quicker and cheaper reproduction of text. This could only be with the invention for a new print technology. അതായത് അതിൻ്റെ ആവശ്യങ്ങൾ കൂടി വന്നപ്പോൾ മറ്റൊരു കണ്ടുപിടുത്തത്തിൻ്റെ ആവശ്യമുള്ളതായിട്ട് വന്നു. ഓക്കെ, എന്നാൽ ഈ ഹാൻഡ് പ്രിൻറ്റിങ് പരാജയപ്പെടുകയാണ് ഉണ്ടായത്. കാരണം എന്താ, കയ്യെഴുത്ത് പണികൾ നേരമെടുക്കുന്നതാണ്, വളരെ ബുദ്ധിമുട്ടുള്ളതുമായിരുന്നു. കയ്യെഴുത്ത് പുസ്തകങ്ങൾ എളുപ്പത്തിൽ കൊണ്ടുപോകാനും അതുപോലെ പ്രയാസമായിരുന്നു. അച്ചടി പോലെ വേഗത്തിൽ കഴിയുന്നുണ്ടായിരുന്നില്ല. പക്ഷെ അതുകൊണ്ട് തന്നെ ഹാൻഡ് പ്രിൻറ്റിങ് മാനുസ്ക്രിപ്റ്റ്സ് എന്ന് പറയുന്നത് ജനങ്ങളുടെ ആവശ്യത്തിന് മതിയായതായിരുന്നില്ല. ഇതാണ് ഇത്രയും നമ്മൾ ഈ പാരഗ്രാഫിൽ നിന്ന് പഠിക്കേണ്ടത്. പുസ്തകങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് കയ്യെഴുത്ത് പ്രതിയില്ലേ, അത് മതിയാവാതെ വന്നതുകൊണ്ട് പകർപ്പുണ്ടാക്കാനായിട്ട് കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ ആളുകളുടെ ഇടയിൽ വുഡ് ബ്ലോക്ക് പ്രിൻറ്റിംഗ് ജനപ്രിയമായിരുന്നു. പുസ്തകങ്ങളുടെ ആവശ്യം ഉയർന്നപ്പോൾ വുഡ് ബ്ലോക്ക് പ്രിൻറ്റിംഗ് യൂറോപ്പിൽ വ്യാപിച്ചു. 15ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ ഓരോ പ്ലക്കാർഡുകൾ, ലളിതമായ ചിത്രങ്ങളും ലഘുവാചകങ്ങളും വുഡ് ബ്ലോക്കുകളിൽ പ്രിൻ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. വുഡ് ബ്ലോക്ക് പ്രിൻറ്റിംഗ് പുസ്തകത്തിനൊപ്പം പല സാധനങ്ങളിലും ഉപയോഗിക്കപ്പെട്ടു. പിന്നീട് എന്ത് സംഭവിച്ചു? ആ സമയത്ത് ദക്ഷിണ ജർമ്മനിയിൽ ഒരു വിപ്ലവം ഉണ്ടായി. എന്താണത്? മനുഷ്യർക്ക് വേഗം വില കുറഞ്ഞതായ ഒരു പുത്തൻ അച്ചടി ആവിഷ്കാരം ആവശ്യമുണ്ടായി. അത് വന്നു ചേർന്നത് ജർമ്മനിയിലെ ഒരു സ്ഥലത്താണ്. നമ്മളിനി പഠിക്കാൻ പോകുന്നത് അതിനെക്കുറിച്ചാണ്. വളരെ മനോഹരമായൊരു കാര്യമാണ്, വളരെ മനോഹരമായിട്ടുള്ളൊരു കഥയാണത്. ഓക്കെ, നമുക്കിതിൻ്റെ പോയിന്റുകൾ നോക്കാം ജസ്റ്റ്, എന്നിട്ട് നമുക്ക് നെക്സ്റ്റ് പേജിലേക്ക് പോവാം. Print comes to Europe. Key points. 4 centuries, silk and spices were traded from China to Europe through the Silk Route. In the 11th century, Chinese paper reached Europe through the same route, that is the Silk Route. Paper helped in making manuscripts easier and cheaper to produce. In 1295, Marco Polo returned from China to Italy and brought the knowledge of woodblock printing. ഓരോ പോയിന്റ് വെച്ച് വായിച്ചു നോക്കുക. നമ്മളിപ്പോൾ പറഞ്ഞതിൻ്റെയൊക്കെ ബ്രീഫായിട്ടുള്ള കാര്യങ്ങളാണ്, എങ്ങനെയാണിത് വളർന്നു വന്നത്. ഇനി നമ്മൾ നെക്സ്റ്റ് പേജിലേക്ക് പോവുകയാണ്. ദറ്റ് ഈസ് ഗുട്ടൻബർഗ് ആൻഡ് പ്രിൻറ്റിംഗ് പ്രസ്. ഗുട്ടൻബർഗും പ്രിൻറ്റിംഗ് പ്രസ്സും നമ്മൾക്കറിയാം, ഒരു ന്യൂ ടെക്നോളജി കണ്ടുപിടിച്ച വ്യക്തിയാണ് ഗുട്ടൻബർഗ്. ജോൺ ഗുട്ടൻബർഗ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ദ ബ്രേക്ക് ത്രൂ occurred the Stadtberg, Germany, where John Gutenberg developed the first non-printing press in the 1430s. 1430കളിൽ ജോൺ ഗുട്ടൻബർഗ് എന്ന് പറയുന്ന വ്യക്തി ഒരു വെൽ ഓൺ പ്രിൻറ്റിംഗ് പ്രസ് കണ്ടുപിടുത്തത്തോടു കൂടിയാണ് അച്ചടിയുടെ കാലഘട്ടത്തിൽ ഒരു വലിയ വിപ്ലവം വരുന്നത്. ഓക്കെ, അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ദക്ഷിണ ജർമ്മനിയിൽ ഉണ്ടായിട്ടുള്ളൊരു വിപ്ലവം. മനുഷ്യർക്ക് വേഗം വില കുറഞ്ഞതായ ഒരു പുത്തൻ ആവിഷ്കാരം അത് കൊണ്ടുവന്നതാകട്ടെ ജോൺ ഗുട്ടൻബർഗാണ്. നമുക്ക് അദ്ദേഹത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ അത് പഠിക്കുകയാണെങ്കിൽ അദ്ദേഹം എന്ന് പറയുന്നത് ജോൺ ഗുട്ടൻബർഗ് എന്ന് പറയുന്നത് ഒരു മർച്ചൻറ്റിൻ്റെ മകനായിരുന്നു. വലിയൊരു എസ്റ്റേറ്റിലാണ് അദ്ദേഹം വളർന്നത്. ഒരുപാട് സ്ഥലമുണ്ടായിരുന്നു അവർക്ക്.
അദ്ദേഹത്തിൻ്റെ അച്ഛൻ വലിയൊരു വ്യാപാരിയായിരുന്നു. ദെൻ ഈ പറയുന്ന ജോൺ ഗുട്ടൻബർഗ് വളർന്നു വന്നത് ഒരു വലിയ എസ്റ്റേറ്റിലാണ്. അദ്ദേഹത്തിൻ്റെ ബാല്യകാലത്തിൽ അദ്ദേഹത്തിന് ഈ വീഞ്ഞുണ്ടാക്കുന്നതും, അന്നത്തെ കാലത്തൊക്കെ വീഞ്ഞുണ്ടാക്കുന്നത് വലിയ ഒരു സംഭവമാണ്. അത് പ്രസ് പിഴിഞ്ഞെടുത്ത് അതിൻ്റെ ചാറെടുക്കുന്നതുമൊക്കെ വലിയൊരു മെഷീൻ, അല്ലെങ്കിൽ അതിനെന്താ പറയുക, അങ്ങനെ ഒരു വലിയ സംഭവം ഉപയോഗിച്ചിട്ടാണ്. നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് അതിൻ്റെ പഴയ ഇമേജൊക്കെ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും. ഓക്കെ, അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലത്ത് അദ്ദേഹത്തിന് ഈ വലിയ സ്ഥലങ്ങളിലൂടെയൊക്കെ നടക്കാനും പല പല കാര്യങ്ങൾ കാണാനും അദ്ദേഹത്തിൻ്റെ ഭാവനകളൊക്കെ വർദ്ധിക്കാനും അത് ഇടയായിട്ടുണ്ട്. ദെൻ അതുപോലെ തന്നെ വളരെ അടുത്ത് നിന്നിട്ട് ഈ പറയുന്ന വീഞ്ഞുണ്ടാക്കുന്നതും വീഞ്ഞതിൻ്റെ പ്രസ്സിലിട്ട് അത് പ്രസ് ചെയ്ത് അതിനെ സ്ക്വീസ് ചെയ്തെടുക്കുന്നതുമൊക്കെ അദ്ദേഹം കണ്ടിട്ടുണ്ട്. അതുമാത്രമല്ല, അദ്ദേഹം ചെറുതിൽ തന്നെ കല്ലുകൾ പോളിഷ് ചെയ്യാനൊക്കെ പഠിച്ചു. അദ്ദേഹം ഗോൾഡ് സ്മിത്ത് മാസ്റ്ററായി മാറി. അതായത് ഗോൾഡ് സ്മിത്തിൽ അദ്ദേഹം മാസ്റ്ററായിരുന്നു. ആൻഡ് ഓൾസോ അക്വയർഡ് ദി എക്സ്പെർട്ടൈസ് ടു ക്രിയേറ്റ് ലീഡ് മൗൾഡ് യൂസ് ടു മേക്കിംഗ് ട്രിങ്കറ്റ്സ്. അദ്ദേഹം വളരെ മൗൾഡ് ചെയ്തെടുക്കുകയും ഓരോ കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യുകയും ചെയ്തു. കാരണം എന്താണ്, അദ്ദേഹത്തിൻ്റെ കൊച്ചുനാളിൽ അദ്ദേഹം വളർന്നു വരുന്ന ആ അന്തരീക്ഷം, അദ്ദേഹം പല കാര്യങ്ങൾ കാണുകയും അദ്ദേഹത്തിൻ്റെ ഭാവനകൾ വളരുകയും അദ്ദേഹം ചെറിയ ചെറിയ കല്ലുകൾ വരെയും പോളിഷ് ചെയ്യുകയും ചെയ്തിരുന്നു. അങ്ങനെ അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള ആ നോളജ്, അദ്ദേഹം വളരെ നന്നായിട്ട് പടം വരയ്ക്കുമായിരുന്നു. അദ്ദേഹത്തിൽ അങ്ങനെ ചെറുതിലേ കിട്ടിയ ആ ഒരു നോളജ് അദ്ദേഹത്തിൽ എക്സിസ്റ്റ് ചെയ്യുകയും അദ്ദേഹത്തിൻ്റെ ആ നോളജിനെ അദ്ദേഹം ഒരു പുതിയ കണ്ടുപിടുത്തത്തിലേക്ക് തിരിച്ചുവിടുകയുമാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ദെൻ നമ്മൾ ഗുട്ടൻബർഗിൻ്റെ കാര്യം പഠിക്കുമ്പോൾ ഇത് ഈ സ്റ്റോറി പോലെ തന്നെ പഠിക്കുക. 1430കളിൽ അദ്ദേഹം മൂവബിൾ മെറ്റൽ ടൈപ്പ് പ്രിൻറ്റിംഗ് പ്രസ് കണ്ടുപിടിച്ചു. അതാണ് ലോകത്തെ മാറ്റിമറിച്ച കണ്ടുപിടുത്തം. ഗുട്ടൻബർഗ് മൂവബിൾ ടൈപ്പ് പ്രിൻറ്റിംഗ് പ്രസ് കണ്ടുപിടിച്ചു. അച്ചടി ലോകത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. ഓക്കെ, ദെൻ ഇനി അദ്ദേഹം എന്ത് ചെയ്തു, അദ്ദേഹത്തിൻ്റെ ചെറുതിൽ കിട്ടിയിട്ടുള്ള ആ ഒരു അറിവ് വെച്ചിട്ട്, അദ്ദേഹത്തിൻ്റെ ചെറുതിൽ അദ്ദേഹം ആക്വയർ ചെയ്തിരുന്ന അറിവുണ്ടല്ലോ, എന്തായിരുന്നു ആ അറിവ്? പോളിഷ് ചെയ്യാനും അതുപോലെ തന്നെ അദ്ദേഹം ഈ പറയുന്ന വൈൻ ഒരുക്കുന്ന മുന്തിരി പിഴിയുന്ന യന്ത്രം പോലുള്ള ഉപകരണങ്ങളൊക്കെ ഒന്നിച്ച് ചേർത്തൊരു പുതിയ ആശയം അദ്ദേഹം കൊണ്ടുവന്നു. ബാല്യത്തിൽ തന്നെ അദ്ദേഹത്തിന് ഉപകരണങ്ങൾ, മെറ്റൽ വസ്തുക്കൾ ഇങ്ങനെ നിർമ്മിക്കാമെന്ന വലിയൊരു താല്പര്യമുണ്ടായിരുന്നു. അതുപോലെ തന്നെ മാറ്റിവെക്കാവുന്ന ലെറ്റർ ടൈപ്പുകളും ഒന്നിച്ച് ചേർത്തൊരു പുതിയ ആശയം അദ്ദേഹം നോക്കുകയാണ്. ഓക്കെ, ഒരക്ഷരം എഴുതി വയ്ക്കാതെ അല്ലെങ്കിൽ അക്ഷരം പകർത്തിയൊട്ടിച്ച് വാക്കുകൾ ഉണ്ടാക്കിയല്ലേ നല്ലത് എന്ന് അദ്ദേഹം ചിന്തിച്ചു. അങ്ങനെ ഒരു മഹത്തായ കണ്ടുപിടുത്തത്തിലേക്ക് അദ്ദേഹം വരികയാണ്. ഗുട്ടൻബർഗ് വൈൻ പ്രസിൻ്റെ ആശയം ഉപയോഗിച്ചുകൊണ്ട്, ശ്രദ്ധിക്കുക, ഗുട്ടൻബർഗ് വൈൻ പ്രസിൻ്റെ ആശയം ഉപയോഗിച്ചുകൊണ്ട് മൂവബിൾ മെറ്റൽ ടൈപ്പ് പ്രിൻറ്റിംഗ് പ്രസ്സും കണ്ടുപിടിച്ചു. എന്നിട്ട് അദ്ദേഹം അച്ചടിച്ച ആദ്യ പുസ്തകം ബൈബിളായിരുന്നു. ഓക്കെ, ദെൻ 1448 ഗുട്ടൻബർഗ് പെർഫെക്റ്റഡ് ദ സിസ്റ്റം. ദ ഫസ്റ്റ് ബുക്ക് ഹി പ്രിൻറ്റഡ് വാസ് ദ ബൈബിൾ. ഒരു 180 കോപ്പി അദ്ദേഹം എന്ത് ചെയ്തു? 3 വർഷം കൊണ്ട് പ്രിൻറ്റ് ചെയ്തു. ബൈ ദ സ്റ്റാൻഡേർഡ് ഓഫ് ദ ടൈം ദിസ് വാസ് ദ ഫാസ്റ്റ് പ്രൊഡക്ഷൻ. അന്നത്തെ ഏറ്റവും ഫാസ്റ്റ് ആയിട്ടുള്ള പ്രൊഡക്ഷൻ ആയിരുന്നു അത്. ദെൻ ഇത് പൂർണ്ണമായി അച്ചടിക്കാൻ 3 വർഷം വേണ്ടി വന്നു. ഓരോ പേജും മനോഹരമായി അലങ്കരിച്ചിരുന്നു. ആ കാലത്ത് ഇത് അത്ഭുതമായൊരു സൃഷ്ടിയായി കണക്കാക്കപ്പെട്ടു. ഓക്കെ, എന്നാൽ കയ്യെഴുത്ത് പൂർണ്ണമായിട്ടും ഇല്ലാതാകുന്ന രീതിയിലായിരുന്നു ഇല്ല. ദെൻ ആദ്യകാലത്ത് അച്ചടിച്ച പുസ്തകങ്ങളും കയ്യെഴുത്ത് പുസ്തകങ്ങളെ പോലെ തന്നെയായിരുന്നു. ചിത്രങ്ങളും അലങ്കാരങ്ങളും ഒക്കെ ചേർത്തതായിരുന്നു. ദ ന്യൂ ടെക്നോളജി ഡിഡ് നോട്ട് എൻറ്റയർലി ഡിസ്പ്ലേസ് ദ എക്സിസ്റ്റിംഗ് ആർട്ട് ഓഫ് പ്രൊഡ്യൂസിംഗ് book by hand. In fact, printed book at the first closely resembled the written manuscripts in the appearances and layout. The metal letters limited the ornamental handwritten style. Borders were limited by the hand with the foliage and other patterns. അദ്ദേഹത്തിൻ്റെ അരികുകളും അദ്ദേഹത്തിൻ്റെ ബുക്കിൻ്റെ പേജുകളുടെ അരികുകളുമൊക്കെ വളരെ മനോഹരമായി ചിത്രങ്ങളൊക്കെ ചേർത്ത് ഭംഗിയാക്കിയെടുത്തു. അതായത് അത്രയും കഴിവുള്ള ഒരാളായിരുന്നു ജോൺ ഗുട്ടൻബർഗ്. ഇനി അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ നെക്സ്റ്റ് പറയുന്നത് എന്താണ്?
the 100 years between. Then 1450-നും 1550-നും ഇടയിൽ, 1440-നും 1550-നും ഇടയിൽ എന്ത് ചെയ്തിട്ടുണ്ട്? പ്രിൻറ്റിംഗ് പ്രസ് വേർ സെറ്റപ്പ് ഇൻ ദി മോസ്റ്റ് കൺട്രീസ് ഓഫ് യൂറോപ്പ്. ഒരുപാട് രാജ്യങ്ങളും യൂറോപ്പിലെ ഒരുപാട് രാജ്യങ്ങളിൽ പ്രിൻറ്റിംഗ് പ്രസ് എന്ന് പറയുന്നത് സെറ്റപ്പ് ചെയ്തു. പ്രിൻറ്റേഴ്സ് ഫ്രം ജർമ്മനി traveled to other countries seeking work and helping start new presses. പുതിയ പ്രസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ജർമ്മനിയിൽ നിന്ന് മറ്റ് സ്ഥലങ്ങളിലേക്ക് പോയി, യന്ത്രങ്ങളൊക്കെ അവർ കൊണ്ടുപോയി. പിന്നെ ആസ് ദ നമ്പേഴ്സ് ഓഫ് പ്രിൻറ്റിംഗ് പ്രസ് ഗ്രൂ, ബുക്ക് പ്രൊഡക്ഷൻ ബൂംഡ്. ബുക്കിൻ്റെ ഉൽപ്പാദനം എന്ന് പറയുന്നത് ബൂം ചെയ്തു. ദി സെക്കൻഡ് ഹാഫ് ഓഫ് ദ 15th century സോ 20 million copies of printed books flooding the markets in Europe. 20 million copies of book യൂറോപ്യൻ മാർക്കറ്റുകളിൽ നിറഞ്ഞു നിന്നു. ദ നമ്പർ വെൻഡ് അപ്പ് ഇൻ ദി 16th century to about 200 million copies. This shift from hand printing to mechanical printing lead to the print revolution. ഹാൻഡ് പ്രിൻറ്റിങ്ങിൽ നിന്ന് മെക്കാനിക്കൽ പ്രിൻറ്റിങ്ങിലേക്ക് ലീഡ് ചെയ്തതിനെ നമ്മൾക്ക് പ്രിൻ്റ് റെവല്യൂഷൻ എന്ന് വിളിക്കാം. ഓക്കെ, ഇനി നിങ്ങൾ പഠിച്ചത് ഇത്രയും കാര്യങ്ങളാണ്. ഇതിനകത്ത് പ്രധാനമായിട്ട് 2 പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഗുട്ടൻബർഗിൻ്റെ പോർട്രേറ്റ് ആണ്. ഈ പറയുന്ന ഗുട്ടൻബർഗ് ആരാണ്? അച്ചടിയിലൂടെ ലോകത്തെ മാറ്റിമറിച്ച കണ്ടുപിടുത്തക്കാരനാണ്. 2 ഗുട്ടൻബർഗ് പ്രിൻറ്റിംഗ് പ്രസ്. മനുഷ്യനൊരു ലിവർ അമർത്തിയിട്ട് പേപ്പറിൽ അക്ഷരങ്ങൾ പതിക്കും. അതിലൂടെ ഒരു ദിവസത്തിൽ തന്നെ നിരവധി പേജ് നമുക്ക് അച്ചടിക്കാനായിട്ട് കഴിഞ്ഞിരുന്നു എന്നാണ് പറയുന്നത്. ജോൺ ഗുട്ടൻബർഗ് വാസ്, ഇനി നിങ്ങൾ ഈ പോയിന്റുകൾ നോക്കി പോവുക. ജോൺ ഗുട്ടൻബർഗ് വാസ് ദ സൺ ഓഫ് എ merchant ആൻഡ് ഗ്രൂ അപ്പ് ഓൺ ദ ഫാം where he was to watch wine and olive presses. അതൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് പഠിക്കുക. നിങ്ങൾക്ക് ഈ ഭാഗം നന്നായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് പേജിൽ കൊടുത്തിരിക്കുന്നത് കുറേ ഇമേജാണ്. പേജ് 110 നിങ്ങളതൊക്കെ നോക്കുക. ബൈബിൾ പ്രിൻ്റ് ചെയ്തതിൻ്റെയും ഒക്കെ കാര്യങ്ങളാണ് അതിൽ പ്രധാനമായിട്ടും പറഞ്ഞിരിക്കുന്നത്. അതായത് ഗുട്ടൻബർഗ്സ് ബൈബിൾ ആൻഡ് ദ പ്രിൻറ്റേഴ്സ് വർക്ക്ഷോപ്പ്, പേജ് നമ്പർ 110. ഗുട്ടൻബർഗ് പ്രിൻറ്റഡ് അബൌട്ട് 180 copies ഓഫ് ദ ബൈബിൾ ബട്ട് ഓൺലി അറൌണ്ട് 50 survive ടുഡേ. അതിനകത്തൊരു 50 എണ്ണേ ഉള്ളൂ. Then these Bible were printed using metal type, but the borders and decorations were still printed by hand, making every copy different. എല്ലാ കോപ്പിയും ഡിഫറെൻ്റ് ആയിരുന്നു. നിങ്ങൾക്കിത് വായിക്കാൻ എളുപ്പമാണ്. നിങ്ങളിത് വായിക്കുക. ഈ പോയിന്റുകൾ അതൊക്കെ ആ പിക്ചറിൻ്റെ ഒരു ചെറിയ ഷോർട്ട് ഫോമാണ് കൊടുത്തിട്ടുള്ളത്. ഇനി എന്താണ് ഗാലി എന്നും എന്താണ് കോമ്പോസിറ്റർ എന്നൊക്കെയാണ് പറയുന്നത്. ഗാലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റൽ ഫ്രെയിം ഇൻ വിച്ച് ടൈപ്പ് ആർ ലെയ്ഡ് ദി ടെക്സ്റ്റ് കമ്പോസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു മെറ്റലാണ്. ഓക്കെ, ഇത്രയും ഭാഗം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇത്രയും ഭാഗം നിങ്ങൾ ഭംഗിയായിട്ട് പഠിക്കുക, ഷോർട്ട് നോട്ട്സ് പഠിക്കുക. എല്ലാവരും എക്സാമിന് നന്നായിട്ട് എഴുതുക. ഓക്കെ, താങ്ക് യു.